ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെയാണ് ഉടൽ എന്ന സിനിമ കണ്ടത്. 2022 റിലീസ് ചെയ്ത സിനിമ OTTയിൽ കഴിഞ്ഞ ദിവസങ്ങളാണ് വന്നതുകൊണ്ട് എനിക്ക് ഇന്നലെയാണ് ഈ സിനിമ കാണാൻ പറ്റിയത്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. പക്ഷേ അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നുണ്ട്. തിയേറ്ററിൽ പോയൊരു എക്സ്പീരിയൻസ് നേടേണ്ടതായിരുന്നു ഈ സിനിമ. ഈ സിനിമ കാണുന്നതിന് മുമ്പ് വരെ ഈ സിനിമയെക്കുറിച്ച് ഈ ചാനലിൽ വന്ന് ഞാനിങ്ങനെ സംസാരിക്കുമോ ഒന്നും ഞാൻ തീരുമാനിച്ചതല്ല. ഒരു നോർമൽ സിനിമ കാണുന്ന പോലെ ഉടൽ കാണാം എന്ന് വിചാരിച്ചാണ് കണ്ടത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇവിടെ ഒന്നൊന്ന് സംസാരിക്കണമെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഈ സിനിമയും അതിലെ ക്യാരക്ടറായ ഇന്ദ്രൻ സേട്ടൻ. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പം സംവിധാനം ചെയ്തിരിക്കുന്നത് രതീഷ് രഘുനന്ദനാണ്. അദ്ദേഹം തന്നെയാണ് സംവിധാനവും തിരക്കഥയും. ഒരു ഗംഭീര പടമൊന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു തരക്കേടില്ലാത്ത ഒരു പടത്തെ പെർഫോമൻസ് കൊണ്ട് ഗംഭീരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇന്ദ്രൻ സേട്ടൻ, നമ്മുടെ ദുർഗാകൃഷ്ണൻ. ആദ്യം ദുർഗാകൃഷ്ണനെ കുറിച്ച് പറയാം. ഇതിനകത്ത് ഷൈനി എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ ദുർഗാകൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് അവരെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനൊരു ക്യാരക്ടറെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ദുർഗാകൃഷ്ണൻ ചെയ്തു കഴിഞ്ഞാൽ ഓവറായി പോത്തുള്ളൂ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് ദുർഗാകൃഷ്ണനെ സംവിധായകൻ തനിക്ക് സംവിധായകൻ അർപ്പിച്ചൊരു വിശ്വാസമുണ്ട്. അത് പൂർണ്ണമായും കാത്തുണ്ട്. അതുപോലെ ഗംഭീരമായ ഒരു ക്യാരക്ടറാണ്. അത് നല്ല ഗംഭീരമായിട്ട് ദുർഗാകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. കാരണം അവർ ഓവറാണ്. ഈ കുടുക്ക് അങ്ങനെ നേരത്തെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജായിട്ടുള്ളൊരു പടം വിമാനം ഒക്കെ ഒരു ഓവറാണ്. ഒരു നല്ലൊരു നടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സിനിമയിൽ അവർ ഗംഭീര പെർഫോമൻസ് ആണ്. അവരുടെ ആ അമ്മച്ചിയെ കൊല്ലുന്ന സീനുമൊക്കെ അവർക്കുണ്ടാവുന്ന ചില വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു ദുർഗാകൃഷ്ണൻ അല്ലാതെ കറക്റ്റ് ഷൈനി എന്നൊരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. അതുപോലൊരു ഗംഭീരമായുള്ള അഭിനയ മുഹൂർത്തങ്ങളും നല്ലൊരു രസമായിട്ട് നല്ല അസലായിട്ട് ദുർഗാകൃഷ്ണൻ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ എന്താ പറയാ, ഇതുപോലെ ഞാൻ മെയിൻ കാരണം ഈ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് പറയാൻ വന്നത് തന്നെ ഈ ഒരു സിനിമ കണ്ടുകൊണ്ട് മാത്രമാണ്. പക്ഷെ എനിക്ക് എന്താ പറയാ, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു വീർപ്പ് കൂട്ടുന്ന പോലെയാണ്. അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് അസാധ്യമായിട്ടാണ്. ഇങ്ങനെ മമ്മൂക്കയെ കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ചും കൂടെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയാം. ഒരു ഇന്ദ്രൻസ് എന്നൊരു വ്യക്തി അതിനകത്തില്ല. ഇന്ദ്രൻസേ ഇല്ല. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് കുട്ടിച്ചായൻ എന്നൊരു ക്യാരക്ടർ മാത്രം. സംസാരം പുള്ളിക്ക് അധികം നല്ല രീതിയിൽ കണ്ണ് കാണാത്ത ഒരു മനുഷ്യനാണ്. ജസ്റ്റ് ഇങ്ങനെ കണ്ണാടി വെച്ചാൽ പകൽ മാത്രം കണ്ട് രാത്രിയിൽ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ അധികം കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളായിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ബോഡി ലാംഗ്വേജ്, സംസാരം, പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു കൂന് പോലെ ബോഡി ലാംഗ്വേജ് എല്ലാം രക്ഷയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ പുള്ളി അത് മരിച്ചെന്ന് മനസ്സിലാക്കുന്ന ഒരു സീനൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ്. പിന്നെ അദ്ദേഹത്തിനെ കൊല്ലാൻ ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇവിടെ നമുക്ക് ബാക്കി അങ്ങോട്ട് പുള്ളിക്ക് അധികം സംസാരമൊന്നുമില്ല. എന്തൊക്കെയാണ് പുള്ളി ചെയ്യുന്നത് അത് പുള്ളിയുടെ മുഖത്തോടു കൂടി നമുക്കറിയാം. മാനരസങ്ങൾ, ബോഡി ലാംഗ്വേജ് മൊത്തം വേറൊരാളായി മാറി. അതായത് അമ്മച്ചി മരിച്ചു കഴിഞ്ഞുള്ള ഒരു ഇന്ദ്രൻ ചേട്ടൻ ഒരു വേറെ ലെവല്. നമ്മൾ ഹോമിലും അങ്ങനെ മിക്ക സിനിമകളും ഒക്കെ കണ്ട നല്ല പെർഫോമൻസ് വന്ന ഇന്ദ്രൻ ചേട്ടൻ്റെ സിനിമകളുണ്ട്. പക്ഷെ ഇതിൽ അട്ടാറ് ഞെട്ടിച്ച് കളഞ്ഞ ഇന്ദ്രൻ ചേട്ടൻ ഒരു രക്ഷയില്ല. അങ്ങനെ ഇതിന് ഞാൻ പറയുന്നത് സംവിധായകനെ സമ്മതിക്കണം. ഈ രണ്ട് ഇന്ദ്രൻ ചേട്ടനെ നമ്മളായാലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇന്ദ്രൻ ചേട്ടൻ ചെയ്യുമോ, അതിന് പറ്റുമോ? പക്ഷെ അത് ഇതിലെ സംവിധായകനെ കുറിച്ച് പറയുന്ന രതീഷ് രഘുനന്ദൻ നല്ല രീതിയിലാണ്. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ ഇച്ചിരി പോരായ്മ നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഈ സിനിമ കാണുന്നവരൊക്കെ നമുക്ക് കീറി മുറിക്കാനൊക്കെ വകകളൊക്കെ ഉണ്ട്. പക്ഷെ പെർഫോമൻസ് കൊണ്ട് നമ്മളെ ആ സിനിമ അല്ലെങ്കിൽ സംവിധാനം ചെയ്തിരിക്കുന്ന രീതി കൊണ്ട് നമുക്ക് ആ സിനിമയിലെ പോരായ്മകളെ മറക്കാൻ പറ്റും. അതുപോലെ BGM ആയാലും ഇതിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനുണ്ട്. പുള്ളി പ്രത്യേകിച്ച് എനിക്ക് അങ്ങോട്ടൊന്നും പറയാനില്ല. എനിക്ക് പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളിയുടെ ഭാവങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ രണ്ട് പേര്, പ്രത്യേകിച്ച് ഇന്ദ്രൻ ചേട്ടൻ, എന്താ പറയുക, ഇത് അദ്ദേഹത്തിൻ്റെ പടമെന്ന് പറയാം. സംവിധായകൻ ഇന്ദ്രൻ ചേട്ടനെ പറഞ്ഞു കൊടുത്താലും അതിനപ്പുറം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നമ്മൾ ഇന്ദ്രൻ ചേട്ടനുമായിട്ട് ഇങ്ങനെ ആ ക്യാരക്ടറുമായിട്ട് ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കും. പുള്ളിയുടെ ആ വിഷമങ്ങളും അല്ലെങ്കിൽ പുള്ളി ചില ടെററൊക്കെ ആവും. ഒരു രക്ഷയില്ല. ഇതെനിക്ക് നിങ്ങളോട് വന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഒരു വീർപ്പുമുട്ടലായി തോന്നി. എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ പോലും ചെയ്തതല്ല. ഉടൽ എന്ന ചിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ 2022 റിലീസ് ചെയ്ത ചിത്രത്തെക്കുറിച്ച് ഇപ്പം പറഞ്ഞിട്ട് ആരെങ്കിലും കാണാൻ പോലും പോകുന്നില്ല. പക്ഷെ കാണുന്നവർ 2-3 പേരെ ആയിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത് സാധാരണ.
അവരുടെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നി. കാണാത്തൊരു ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഈ ഗംഭീരമായ സിനിമയോ അല്ലെങ്കിൽ ഈ ഒന്ന് ചിന്തിച്ചാൽ വലിച്ച് കീറി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ കൂറെ പറയാനൊക്കെ തോന്നും പലർക്കും. പക്ഷെ ഈ അഭിനയങ്ങൾ കാണും, ഒരു രക്ഷയില്ല. ഇന്ദ്രൻ ചേട്ടാ, ഐ ലവ് യു. ഓക്കെ, ബൈ.